നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ നമുക്ക് നമ്മളുടെ നിഫ്റ്റി 50യുടെ മൂവ് നോക്കിക്കൊണ്ട് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ നിഫ്റ്റി 50യുടെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിരുന്നത് ഈ ഒരു ബിഗ് ഫോൾ താഴത്തേക്ക് വന്നു. അതിനുശേഷം അത് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും താഴത്തേക്ക് തന്നെ പോരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ താഴത്ത് ഇവിടെ വന്നിട്ട് ഒരു വലിയ മൂവ് താഴത്തേക്ക് നടത്താൻ ശ്രമിച്ചു. അതിനുശേഷം വീണ്ടും തിരികെ കയറി ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഇന്ന് കാലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ തന്നെ അത് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം മുകളിലേക്ക് മൂവ് ചെയ്ത് റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്തു. തിരികെ വീണ്ടും അതേ സപ്പോർട്ട് ഏരിയയിൽ വന്ന് ഇടിച്ച് ബൗൺസ് ചെയ്ത് ഏകദേശം നമുക്കിവിടെ കാണാം ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെയും മധ്യഭാഗത്തായിട്ട് ഏകദേശം റെസിസ്റ്റൻസ് എടുത്തത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ട്രേഡ് ചെയ്തിരുന്നത് ONGCയിലാണ്. അപ്പോൾ നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 432 രൂപ 1:2 റിസ്ക് റിവാർഡ് നമുക്കിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഈ 5 സ്റ്റോക്കുകളും നമ്മൾ ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി റിവേഴ്സൽ ട്രേഡിംഗ് ആണ്, എസ്പെഷ്യലി ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നു ഇന്ന് മാർക്കറ്റിലെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നിപ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്നത് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് മാർക്കറ്റിൻ്റെ ലോയും മാർക്കറ്റിൻ്റെ ഹൈയും തമ്മിലുള്ള ചേഞ്ചാണ്. അത് 1.66% ആണ് നമ്മളിന്ന് എടുത്ത സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1.66% അത് മൂവ് ചെയ്തതിനുള്ളിൽ നിന്ന് നമ്മളിവിടെ എൻട്രി എടുത്തേക്കുന്നത് ഈ ക്യാൻഡിലാണ്. 9:35 നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്തു. അതിനുശേഷം താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യേണ്ടത് 1% ആണ് നമുക്ക് വേണ്ടത്. അത് 1% ആകണമെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിരുന്നത് 247.75 ഏകദേശം അതാണ്. അപ്പോൾ അതിൽ തന്നെ മാർക്കറ്റ് വന്ന് ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ജസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ 1:2 റിസ്ക് റിവാർഡ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്ത് ഇന്ന് ക്ലോസ് ചെയ്യുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടേക്കാം. നമ്മൾ എൻട്രി എടുത്തത് ഇവിടെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത്. മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഏകദേശം ഇങ്ങോട്ട് മാർക്കറ്റ് തിരികെ കയറുന്നു എന്ന് കണ്ടപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ഇട്ടിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ സിസ്റ്റത്തിന് മുന്നിലേക്ക് വരുന്നത്. ഏകദേശം ഈ ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ 10:35 വന്ന് മാർക്കറ്റ് അവിടെ ഹിറ്റ് ചെയ്തു. നമുക്ക് എൻട്രി കിട്ടി. മാർക്കറ്റ് അതിന് ശേഷം താഴത്തേക്ക് പുൾ ബാക്ക് ചെയ്തു. പിന്നെ വീണ്ടും വന്ന് നമ്മൾ ആ റെസിസ്റ്റൻസ് ലൈനിൽ തന്നെ ഹിറ്റ് ചെയ്തു. വീണ്ടും അവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്കൊരു ഫോള് തന്നത്, നമ്മുടെ ടാർഗറ്റും തന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെവൽ ഓഫ് നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് നമുക്ക് കാണാം. അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് അവിടെ വരെ ഇന്ന് എത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് എനിവേ നമ്മളുടെ 1% എന്നുള്ളതായതുകൊണ്ട് തന്നെ അത് കിട്ടി. 1:2 റിസ്ക് റിവാർഡ് നമുക്ക് എടുക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റോക്ക് വരുന്നത് വിപ്രോയാണ്. വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിച്ചതെന്ന്, നമ്മുടെ സപ്പോർട്ട് താഴത്ത് ഇവിടെയായിരുന്നു, റെസിസ്റ്റൻസ് ഇവിടെയാണ്. അത് ഇവിടെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തതെന്നും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് താഴത്ത് വന്ന് ഇവിടെ നല്ലൊരു സപ്പോർട്ട് എടുത്ത് നല്ലൊരു ബൗൺസ് ചെയ്തു. അതിന് ശേഷം വന്നപ്പോഴും അവിടെ ഒരു സപ്പോർട്ടായിട്ട് അത് വർക്ക് ചെയ്തു. അതിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയപ്പോഴും അത് റീടെസ്റ്റ് തന്നിട്ടാണ് താഴത്തേക്ക് പോയിട്ടുള്ളത്. വീണ്ടും ഇവിടെയും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇതൊരു റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയയാണ്. സോ നമ്മളത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മുകളിലേക്ക് നല്ലൊരു പുഷ് തരാൻ മാർക്കറ്റ് ശ്രമിച്ചു. അത് ഫെയിലിയറായി. മാർക്കറ്റ് താഴത്തേക്ക് പോന്നു. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ താഴത്തെ സപ്പോർട്ട് ഏരിയയിൽ വന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ റിവേഴ്സൽ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ മാക്സിമം താഴത്തേക്ക് പിന്നെ പോയേക്കുന്ന 0.27% ആണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന 0.5% ആണല്ലോ. സോ ദാറ്റ് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ദെൻ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. 1.2
2% ചേഞ്ച് മുകളിലേക്ക് തന്നു. നമ്മളുടെ ടാർഗറ്റ് 1% ആണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് 1:2 റിസ്ക് റിവാർഡ് അവിടെ ഓൾറെഡി കിട്ടി. അപ്പോൾ 2 സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് അടിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല മൂവാണ് ഇന്ന് നടത്തിയേക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ പോയിട്ട് മേളിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിവേഴ്സൽ എൻട്രിയാണ് എടുക്കുന്നത്. നമ്മൾ അവിടുന്ന് താഴത്തേക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇത് താഴത്തേക്ക് മാക്സിമം പോയിട്ടുള്ളത് 1.3% വരെ പോയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് അവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് ക്യാൻഡിലിൽ നമ്മൾ ഇതിൻ്റെ മുന്നിലില്ല, നമുക്കവിടെ എൻട്രി എടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ എൻട്രി എടുക്കാവുന്നത് താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ താഴത്തെ സപ്പോർട്ട് കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഉള്ളതാണ്. അവിടുന്ന് നമ്മൾ മുകളിലേക്ക് ഒരു ബൈ ചെയ്താൽ താഴത്തേക്ക് മാക്സിമം പോയേക്കുന്ന നമുക്കിവിടെ കാണാം 0.5% താഴത്തേക്ക് പോയിട്ടില്ല. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റായിട്ടില്ല. മുകളിലത്തെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, പക്ഷേ നമ്മളുടെ ടാർഗറ്റ് മിനിമം 1% ആണ്. കാരണം 1:2 റിസ്ക് റിവാർഡ് നമുക്ക് മിനിമം കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഹൈ വരെ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പോയേക്കുന്ന 1.7% ആണ്. അതായത് 1:3 റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡ് നമുക്കവിടെ കിട്ടും. അപ്പോൾ 2 സൈഡിലേക്ക് നമുക്കിന്ന് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടുന്ന് ഷോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇവിടുന്ന് ബൈ ചെയ്യാൻ പറ്റുമായിരുന്നു, പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ 2 സൈഡിലേക്കും അതിന്ന് പ്രോഫിറ്റ് തരുമായിരുന്നു. ഇനി BPCLൻ്റെ ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സപ്പോർട്ട് ലൈൻ ഇവിടെ ഉള്ളതാണ്. മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്കിവിടെ കാണാം നല്ല രീതിയിൽ താഴത്തേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്തു. അവിടുന്ന് നമ്മൾ ബൈ എടുക്കുകയാണ് നമ്മുടെ രീതിയിൽ ചെയ്യുന്നത്. പിന്നീട് 0.5% താഴത്തേക്ക് പോയിട്ടില്ല. സോ ദാറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. മുകളിലത്തെ ടാർഗറ്റ് പോയിന്റിലേക്ക് അത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ 1%-ന് മുകളിലാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് 1:2 റിസ്ക് റിവാർഡ് അവിടെ തന്നെ നമുക്ക് കിട്ടും. ഇനി മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ഇന്നത്തെ ഹൈയിലാണ്. അതായത് 1:4 റിസ്ക് റിവാർഡിൻ്റെ തൊട്ട് പറ്റിയെത്തിയിട്ടാണ് മാർക്കറ്റ് ക്ലോസിംഗ് കൊടുത്തേക്കുന്നത്. നിയർലി 2% ചേഞ്ച് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റ് തന്നെ കിട്ടുമായിരുന്നു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട്. ഇനി ഇന്ന് പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോഴും ഇത് ട്രെൻഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പല സ്റ്റോക്കുകളും കാണിച്ചിരിക്കുന്നത്. എന്നിട്ടും നമുക്ക് ഈ ടാർഗറ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. NTPC നോക്കിക്കഴിഞ്ഞാലും ഇന്നൊരു ട്രെൻഡിങ് മൂവാണ് നടത്തിയിരിക്കുന്നത്. അപ്പോഴും നമുക്കിവിടെ കാണാം റിവേഴ്സൽ ട്രേഡിംഗ് എപ്പോഴും വിജയകരമായി നടത്താൻ നമുക്കിവിടെ പറ്റുന്നുണ്ട്. ഇപ്പോൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ ബൈ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല. മുകളിലത്തെ ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്യുന്നു. 1.2% ആണ് അവിടം വരെ ഉള്ളത്. അതായത് 1:2 റിസ്ക് റിവാർഡ് അവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മാർക്കറ്റിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ 2.11% ആണ്. സോ ദാറ്റ് 1:4 റിസ്ക് റിവാർഡ് കിട്ടാവുന്നൊരു ട്രേഡ് അതിനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് എടുക്കാവുന്ന എല്ലാ ട്രേഡുകളും നമുക്ക് പോസിറ്റീവ് തരുമായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ട്രേഡിംഗ് വിജയിക്കുന്നത് നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ റിസ്ക് റിവാർഡും കൃത്യമായൊരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയും, അത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെയാണെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ട്രാറ്റജിയും നിങ്ങൾക്ക് എടുക്കാം. 1-2 കണ്ടീഷൻസേ ഉള്ളൂ. ഒന്ന്, ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. അത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഈ കഴിഞ്ഞ ഇടവരെ എനിക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഒരു ദിവസം ഒരു ട്രേഡിൽ നിർത്തുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത് ജേണൽ കാണുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡിൽ നിർത്തുന്നു. അതുപോലെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നത് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ഏതൊരാൾ പറഞ്ഞാലും അത് തെറ്റിപ്പോകാനുള്ള സാധ്യത, അത് ശരിയാകാൻ എത്ര സാധ്യതയുണ്ടോ അത്ര തന്നെ സാധ്യത തെറ്റിപ്പോകാനുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോകട്ടെ, നമുക്ക് ഒന്നുകിൽ ടാർഗറ്റ് കിട്ടണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടണം. അതായത് നമുക്ക് കൃത്യമായൊരു റിസ്ക് റിവാർഡ് ഉണ്ടാകണം. 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമ്മുടെ ട്രേഡ് നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോസ് കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരില്ല. ടാർഗറ്റ് കിട്ടുമ്പോൾ മിനിമം അതിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കുന്നുണ്ടാകും. ഇത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ഏതൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തും വിജയിക്കാൻ പറ്റും. ഇനി പ്രൈസ് ആക്ഷൻ പഠിക്കുകയാണെങ്കിൽ
നമുക്കറിയാം ഇൻഡിക്കേറ്റേഴ്സ് ഇഷ്ടം പോലെ കിട്ടും. നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് പറയാൻ മാത്രമേ ഇൻഡിക്കേറ്ററിന് പറ്റത്തുള്ളൂ. നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്താൽ അറിയാം. നമ്മളൊരു തിരക്കുള്ള റോഡിൽ കൂടെ പോവുകയാണ്, നമ്മൾ മുന്നിലുള്ള ആളെ ഓവർടേക്ക് ചെയ്യാതെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളൊന്ന് ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാമെന്ന് കരുതി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റോഡ് വലതുവശത്തേക്കും ഉണ്ട്, ഇടതുവശത്തേക്കും തിരിയാം. നമ്മുടെ മുന്നിലുള്ള ആൾ ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. എന്നാൽ ഓവർടേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇയാൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുത്ത് പോകുന്നത്. ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്ന ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അതൊരു സാധ്യത മാത്രമാണ്, ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. അത് ശരിയായിക്കൊള്ളണമെന്ന് റിയൽ ലൈഫിൽ നിർബന്ധമില്ല, ട്രേഡിങ്ങിൽ നിർബന്ധമില്ല, മറ്റൊരിടത്തും അതിന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അപ്പോൾ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത അത് ശരിയാകാനുള്ള സാധ്യത പോലെ തന്നെ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. നേരെ മറിച്ച് പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇവിടെ ഉള്ളേ, നമ്മൾ ഓർഡർ ഇവിടെ ഇട്ടിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ 50% സാധ്യത ഇത് റിവേഴ്സ് ആകാനുണ്ടെന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള സാധ്യതയും പകുതി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു എൻട്രി എടുക്കുന്നതിലും നല്ലതാണ് കൃത്യമായ ഒരു സാധ്യത ഉള്ള സ്ഥലത്ത് പോയി കൃത്യമായ ഒരു പ്രൈസ് പോയിന്റിൽ പോയിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 50% സാധ്യത ഇത് ഇവിടുന്ന് റിവേഴ്സ് ആകാനുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് ഇത് റിവേഴ്സ് ആകാനുള്ള സാധ്യത വളരെ തുച്ഛമാണ്. ഇത് കൃത്യമായൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ആയിരുന്നു ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ എന്നതുകൊണ്ടാണ് അവിടുന്ന് തിരിയുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ താഴത്തേക്ക് പോയിട്ടുണ്ട്, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ അത് മുകളിലേക്ക് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നിലേക്ക് പോയാലും നമുക്കിതേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ താഴത്തേക്ക് വന്നു, മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തു, മേളിലേക്ക് കയറുന്ന കണ്ടു. അപ്പോൾ ഇതുപോലെ ആ ഒരു ഏരിയയ്ക്ക് അത്രമാത്രം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് നമ്മളിതിവിടെ അടയാളപ്പെടുത്തി വെച്ചിരുന്നത്. അത് പലപ്പോഴും ചരിത്രത്തിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 50% അല്ല, 50%-ൽ കൂടുതൽ സാധ്യത അത് കൽപ്പിക്കുന്നു എന്നതുകൊണ്ടിട്ടാണ് ഈ പോയിന്റുകൾ നമ്മൾ കണ്ടെത്തി വെക്കുകയും പ്രൈസ് ആക്ഷൻ പഠിക്കുന്നതാണ് ഇൻഡിക്കേറ്ററുകൾ ഫോളോ ചെയ്യുന്നതിനേലും ഒരു ട്രേഡർക്ക് നല്ലത് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തല വർക്ക് ചെയ്യത്തില്ല, ഇൻഡിക്കേറ്റർ പറയുന്ന അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കും. നേരെ മറിച്ച് നമ്മളുടെ തലയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി ആ ട്രേഡ് എടുക്കാൻ പറ്റും. ഒപ്പം ഇമോഷൻസൊക്കെ മാറ്റിവെക്കാൻ പറ്റും. കാരണം നമ്മൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ കൺട്രോളിലേക്ക് ഈ ട്രേഡിനെ എത്തിക്കണമെങ്കിൽ തീരുമാനമെടുക്കുന്നത് ഇൻഡിക്കേറ്ററോ മറ്റാരെങ്കിലും പറയുന്ന രീതിയിലോ ആയിരിക്കരുത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളായിരിക്കണം ചെയ്യേണ്ടത്. ഇനി ട്രേഡിലെ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് കഴിവല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലോസ് അടിക്കുന്ന കഴിവുകേടുമല്ല. അപ്പോൾ ഇത് കഴിവായിട്ട് തെറ്റിദ്ധരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് കഴിവുകേട് കൊണ്ടാണ് ലോസ് വരുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് ഇമോഷൻസൊക്കെ കയറി വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒറ്റ റോളേ ഉള്ളൂ, ഒരു പോയിന്റിൽ വെച്ച് ഒന്നെങ്കിൽ ബൈ ചെയ്യാം അല്ലെങ്കിൽ സെല്ല് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെക്കുക, ടാർഗറ്റ് കൃത്യമായി വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. ഓക്കെ, ഇനി നമ്മുടെ ജേണലിലേക്ക് നമ്മളൊന്ന് പോകുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഈ മാസം ഇതുവരെ നമ്മൾ 7 ദിവസം പ്രോഫിറ്റും 6 ദിവസം ലോസും, അതായത് 54% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 400, 450, 411, 420, 430, 432 ഇങ്ങനെ കുറേശ്ശെ നമ്മുടെ പ്രോഫിറ്റ് കൂടി വരുവാണ്. ഇത് ഓട്ടോമാറ്റിക് കോമ്പൗണ്ടിങ് നടക്കുന്നതാണ്. നമ്മുടെ അക്കൗണ്ടിലുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെ 50% ഒരു ട്രേഡിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ ബൈ ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. മൊത്തമുള്ള തുക എത്രയാണോ അതിൻ്റെ പകുതി അലോക്കേറ്റ് ചെയ്യുന്നു. നമ്മളിതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന 1% സ്റ്റോപ്പ് ലോസും 1% ടാർഗറ്റുമാണ് വരുന്നത്. അതിനെ മാറ്റിയിട്ട് ഇവിടെ 0.5% ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 0.5% സ്റ്റോപ്പ് ലോസും 1% ടാർഗറ്റും വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യും. അല്ലെങ്കിൽ സെല്ലാണ് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യും. ഇങ്ങനെ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഓട്ടോമാറ്റിക് കോമ്പൗണ്ടിങ് നടക്കുന്ന ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസം പ്രോഫിറ്റും 6 ദിവസം ലോസുമാണ് കിട്ടിയേക്കുന്നത്. 54% വിൻ റേഷ്യോ കിട്ടി. ഈ മാസത്തെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വന്നേക്കുന്നത് 25% പ്രോഫിറ്റാണ്. മനസ്സിലാക്കണം, 54% മാത്രമാണ് നമ്മുടെ വിൻ റേഷ്യോ. പക്ഷേ കൃത്യമായ ഡിസിപ്ലിൻ പാലിച്ചതുകൊണ്ട്, അതായത് ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കാത്തത് കൊണ്ടും സ്റ്റോപ്പ് ലോസ്
ടാർഗറ്റ് 1:2 റിസ്ക് റിവാർഡ് കൃത്യമായി പാലിച്ചത് കൊണ്ടുമാണ് നമുക്കിവിടെ 25% ROI അച്ചീവ് ചെയ്യാൻ പറ്റിയേക്കുന്നത്. അതല്ലാതെ ഇത് ഒരു അത്ഭുതമോ ഇല്ലെങ്കിൽ നമ്മുടെ ഭയങ്കരമായ കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ആർക്കും സാധിക്കും, നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. സമയമെടുക്കും. ഇന്ന് വന്ന ഒരാൾക്ക് നാളെ ഇതെല്ലാം ശരിയാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ആദ്യമൊക്കെ ഈ സപ്പോർട്ട് ലൈൻ, റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകും. അതങ്ങനെയാണ്. സമയമെടുക്കും. പതുക്കെ നമ്മളിത് പഠിച്ചു വരും. 1, 2, 3 ചിലപ്പോൾ 5 വർഷം വരെ വേണ്ടി വന്നേക്കാം. പക്ഷേ ഇതൊരിക്കൽ നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയി നിങ്ങൾക്ക് എന്ന് ബോധ്യപ്പെടുന്നു. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മാറ്റം അത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സമയം കൊടുക്കുക, ക്ഷമ കാണിക്കുക, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് 2, 3, 5 വർഷം വരെയോ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുക. ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ വിജയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. മനസ്സിലാക്കേണ്ടത്, ജീവിതകാലം മുഴുവൻ മറ്റേതൊരു മേഖലയിലും ഒരു സാധാരണക്കാരൻ വർക്ക് ചെയ്താലും അയാൾക്ക് കിട്ടാവുന്നത് എന്താണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അതിനേക്കാളൊക്കെ വളരെ വളരെ വലിയ ഒരവസരം ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൊണ്ട് ഇത് പറ്റത്തില്ല. കാരണം ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാകുന്ന, അത് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് ഇണങ്ങും. എല്ലാ ഉടുപ്പും എല്ലാവർക്കും ചേരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം നമുക്ക് പറ്റുന്നതാണോ ഇല്ലയോ എന്ന് നമ്മൾ അതൊന്ന് മനസ്സിലാക്കി നോക്കുക. അത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്